തന്നെയായിരുന്നു. ആരാടി അവിടെ പഴത്തൊലി കൊണ്ടിട്ടത്? അത് തുടക്കത്തിൽ തന്നെ ഒരു ആക്ഷൻ കോമഡി കിട്ടിക്കോട്ടെ ഓർത്ത് ഞാൻ കൊണ്ടിട്ടതാ. എന്റെ നടുവല്ല ഒടിഞ്ഞിരുന്ന നിന്റെ മുഖത്തിന്റെ ആക്ഷൻ അങ്ങ് മാറ്റിച്ചേനെ ഞാൻ കേട്ടാ. ചെറുക്കന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് എനിക്കൊരു കത്ത് കിട്ടി. അത് വല്ല കടന്നലും ആയിരിക്കും. കുത്ത് കിട്ടിയെന്നല്ല പറഞ്ഞത്, കത്ത് കിട്ടിയെന്നാ. കത്തോ? ആ, പ്രേമലേഖനം. ആരുടെ? ബഷീറിന്റെയോ? നിന്റെ അച്ഛന്റെ. എടാ ചെറുക്കന്റെ പൊന്നൂട്ടന്റെ ആണെന്ന് നോക്കങ്ങോട്ട് വായിര്. അയ്യോ അയ്യോ, ഏതാണ്ട് വൃത്തികേടൊക്കെ ഉണ്ട്. എന്തുവാടി ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല. ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അതിനല്ലേ ഞാൻ ഞെട്ടിയത്. എന്താ ഞാൻ ഞെട്ടിയ ശരിയാവത്തില്ലേ? ഞാൻ ഞെട്ടും, ഇനിയും ഞാൻ ഞെട്ടിക്കൊണ്ടേയിരിക്കും. അല്ല, ഇതിനകത്തൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ഇത് പ്രേമലേഖനം വന്ന് അമ്മയ്ക്ക് അങ്ങനെ മനസ്സിലായി? എടി, ഇത് എവിടുന്നാ കിട്ടിയത്? കട്ടിലിന്റെ അടിയിന്ന്. ആ, പണ്ടത്തെ കാലത്തൊക്കെ കട്ടിലിന്റെ അടിയിൽ നിന്ന് എന്തേലും കിട്ടിയ അത് പ്രേമലേഖനമായിരിക്കും. അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടോ അമ്മ? പിന്നെ പിന്നെ കിട്ടിയ കുറച്ച് മേടിക്കുക. ഞാനങ്ങ് മേടിക്കത്തില്ല. ചെറുക്കനെ ഫുട്ബോൾ കളി കാണാനെന്ന് പറഞ്ഞ പോയല്ലയോ, എന്തിയൊന്നൊന്ന് വിളിച്ചേ. ആദ്യം ഈ ഫുട്ബോൾ കളി ഒന്ന് നിർത്താവോ? എനിക്ക് ഈ നാണം വരുമ്പോ ഞാൻ ഇടുന്ന മാസ്റ്റർ പ്ലാൻ അടി ഇതാ, അതങ്ങ് മറന്നു പോടി. നേരത്തെ ഞാൻ വിളിക്കാം. സ്നേഹം കൊണ്ട് വിളിച്ചതൊന്നുമല്ല, അമ്മ പറഞ്ഞിട്ട് വിളിച്ച. മക്കളെ ഈ വായിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തു മക്കളെ ഇതിൽ എഴുതി വെച്ചേക്കുന്നേ? എടി, ആരാടി അവന്റെ അടുത്തിരിക്കുന്ന ഒരു പെങ്കൊച്ച്? നോക്കിക്കേടി, നോക്കിക്കേ. ഓ, കൊടഞ്ഞെടുക്കുവാണോ അതിനകത്തുനിന്ന്? കൊടഞ്ഞെടുക്കുവാണോ? ഞാൻ നോക്കി പറയാം. ഞാൻ ആരാന്നൊന്ന് നോക്കിക്കേ. കട്ടാക്കുകയും ചെയ്ത്. ഒരു മിനിറ്റ്. ഹലോ ലളിതാൻറ്റി, ആ മോൾ എന്തിയായിരുന്ന? ആണോ? ആ, ശരി ശരി. ഇല്ല ഒന്നുമില്ല. ആ ലളിതാൻറ്റിയുടെ മോളുടെ കൂടെ അവൻ പോയേക്കുന്നത്. ലളിത എവിടെ ഉണ്ടോ? ലളിതാൻറ്റി വീട്ടിലുണ്ട്. അവൾ ആരുടെയും കൂടെ ഒന്ന് പോയായിരുന്നെങ്കിൽ കുടുംബശ്രീയിലിട്ടൊന്ന് പാട്ടായിരുന്നു. എനിക്ക് ഇതിപ്പോ പറ്റത്തില്ലല്ലോ. അമ്മ, നാളെ ആ അതുലും അമലും ഇവിടെ വരുന്നുണ്ട്. ഞാൻ അവരോട് സിനിമയ്ക്ക് പോവേ. ഒരു അവലും മലരിന്റെയും കൂടെ നീ എങ്ങും പോകുന്നില്ല. എന്തോ അമ്മ, ഞാൻ പോകുന്ന കാര്യം പറയുമ്പോ മാത്രമേ ഉള്ളൂ ഇങ്ങനെ. നേരത്തെ അമ്മയുടെ മോൻ ഒരു പെങ്കൊച്ചിന്റെ കൂടെ ഇരിക്കുന്നത് തന്നെയല്ലേ പറഞ്ഞേ? അല്ലെങ്കിലും എല്ലാ വീട്ടിലും ഉള്ളതാ. പെൺമക്കൾ ഏതായാലും കൂട്ടുകാരോടെ പോകുന്നെന്ന് പറയുമ്പോ കിടന്നുള്ള ബഹളം. നീ എങ്ങും പോന്നില്ല. ഇന്ന് 1-ാം തീയതിയാണോ? ആ എരണം കെട്ട അമ്മാവനെ കെട്ടിയെടുക്കുന്ന ദിവസമാ. അങ്ങേര് വന്ന് ഇതെങ്ങാണോ അറിഞ്ഞാല് നാട് മൊത്തം പോസ്റ്റർ അടിച്ചതിന് തുല്യമാവൂടി. എനിക്ക് പോണം. ഇവിടുന്ന് പോന്നില്ല. ഞാൻ പോവും. പോത്തില്ല. അമ്മേ കഷ്ടം. ആഹാ, നല്ല ശുദ്ധമായ വഴക്കിന്റെ മണം. എന്തായാലും എന്റെ രഞ്ജി പണിക്കർ കലക്കി. രഞ്ജി പണിക്കർ എന്റെ എൻട്രി പഞ്ച് കലക്കി. സാധാരണ ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണ് അവിടെ വഴക്കുണ്ടാവാറുള്ളത്. ഇതിപ്പോ ഞാൻ വന്ന് കയറുന്നതിന് മുന്നേ വഴക്ക് തുടങ്ങി. എനിക്ക് അത്രയും പണി കുറഞ്ഞല്ലോ. ഇവിടെ ഒന്ന് ആരോട് പറയാനാ? ഈ വഴക്കിന്റെ കാരണം എന്തുവാണെന്ന് അറിയാനും പറ്റുന്നില്ല. ഇത് ചെറുക്കനും പെണ്ണും പറഞ്ഞാലും പറയാൻ പറ്റും. രണ്ടുപേരും കൂടെ ഒരു പെണ്ണിന്റെ വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. അവിഹിതം. ചെറുക്കൻ ഇവിടെ ഇല്ല. സംഭവം ഇവളുമാരോട് ചോദിച്ചാ ഇവളുമാര് പറയത്തില്ല. ഇവിടെ ഒളിച്ചിരുന്നാലേ ഇവളുമാരെന്തുവാ പറയുന്നേന്ന്. എനിക്ക് പോണം. ഞാൻ ഇവിടുന്ന് പോവും 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 പോവും. ഞാൻ കായും 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 കായും. അതല്ല പിന്നെ അമ്മ, ഞാൻ ഇവിടുന്ന് പോവും. എന്നെ വിട്ടില്ലേ ഞാൻ ഈ ചെടിച്ചട്ടി എറിഞ്ഞ് ഞാൻ പൊട്ടിക്കും. പൊട്ടിക്കടി, എന്റെ നെഞ്ചത്തോട്ട് പൊട്ടിക്കടി. എന്നാല് അമ്മയായി പോയി എറിഞ്ഞ് പൊട്ടിക്കാനും പറ്റത്തില്ല. അയ്യേ അമ്മേ, വല്യമാവന്റെ തൈ. നമുക്ക് കുറ്റിമുല്ല തലച്ചുമടായിട്ട് കൊണ്ടുവന്നല്ലേടി അമ്മാവൻ? അല്ലേ അമ്മാവാ? അയ്യോ, വല്യമാവാ, അമ്മേ, ഞാൻ എന്റെ കൈ കൊണ്ടൊരു അറിയാതെ അബദ്ധം. മൂക്കി കൈവച്ച് ശ്വാസം ഉണ്ടോ എന്ന് നോക്കിയമ്മേ. അമ്മയുടെതല്ല, എന്റെതല്ല, അമ്മാവന്റെ. എടി,
പരമനാറിയായിരുന്നാലും എന്നെ വളർത്തി ഇത്രയും വലുതാക്കിയത് ഇങ്ങനെ ഒറ്റ ഒരുത്തരായി. അമ്മാവാ, അമ്മാവാ, അമ്മാവാ. തോമേ നാറിയാന്നേലും അമ്മാവനല്ലേ ഇത്രയെങ്കിലും കരയുണ്ടായോ? എനിക്കാണെങ്കിൽ ഞാൻ ചെയ്തും പോയി എനിക്കിതൊക്കെ ഓർത്തിട്ട് പേടി വരുതേ. എന്റെ കൈ രണ്ടും കിടന്ന് വിറയ്ക്കുവാ. കൊച്ചേ ദാണ്ടി 2 വിരൽ വിറക്കുന്നില്ല കേട്ടോ, ആശുപത്രി കൊണ്ടുപോകും. ഞാനത് ശ്രദ്ധിച്ചാൽ എന്നാ എനിക്കറിയാം. എന്നെ പോലീസ് പിടിച്ചോണ്ട് പോവോമേ. മിണ്ടാതിരി, ഇവിടെ വാ. എല്ലാവരെയും പോലെ തന്നെ എനിക്കും എന്റെ കുടുംബവും വലുത്. എന്റെ മോനും മോളും അടങ്ങുന്ന ഒരു ചെറിയ ലോകം, അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എത്തി. ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ഉറപ്പുള്ളിടത്തേക്ക് അവനെ നീ പറഞ്ഞു വിട്ടു. ഞാനോ? പിന്നെ ഞാനാ പറഞ്ഞു വിട്ടത്. അപ്പൊ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോവോമേ. പോലീസോ? നിന്നെ പോലീസ് പിടിക്കാൻ ഈ അമ്മ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയല്ലേ മക്കളെ. പോലീസ് പിടിക്കുമല്ലേ? ഒരു കാര്യം കേക്ക്, പോലീസ് തിരിച്ചും മറിച്ചും ചോദിക്കും. പക്ഷെ ഓഗസ്റ്റ് 2 നീ ധാന്യത്തിന് പോയതാന്ന് പറയണം. ധ്യാനം കൂടാൻ പോയെന്നല്ലേ? റേഷൻ കട ധാന്യം മേടിക്കാൻ പോയതാന്ന് പറയണം കേട്ടാ. പറയാം. പേടിക്കണ്ട, നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെയും അങ്ങ് ചാക്കിനകത്ത് കെറ്റി കുഴിച്ചിടാം. അമ്മേ, എന്തുവാ? ഒരു പശുക്കുട്ടിയെ കൂടെ കിട്ടുമോ നോക്കണേ. ഇത് ചത്തത് വരുണല്ല, എന്റെ അമ്മാവനാ. അപ്പൊ വല്ല മുതുക്ക് കാളയും കിട്ടുമോ നോക്കാം. ആ പേരും പറഞ്ഞ അമ്മ അങ്ങ് പോയി. ആകെയുള്ളത് 3 ക്യാരക്ടർ. ഒരെണ്ണം എൻട്രി തന്നെ പടിയായി, ഒരെണ്ണം ഇപ്പൊ പേടിച്ച് പടിയായി. ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുവോ? അയ്യേ, ലാലേട്ടന്റെ ഇടത്തേത്തോളാ ചെരിഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറ്റി ഇതെല്ലാം എത്ര ഉണ്ടാക്കി വെച്ചാ ലാലേട്ടൻ തോളം. സോറി അമ്മേ, നമ്മൾ എവിടെ കുഴിച്ചിടും അമ്മേ? അത് എന്നോട് കൂടി ഈ രഹസ്യം മണ്ണടിയട്ടെ. അപ്പൊ അമ്മ ആ കുഴിക്കകത്ത് ചാടാൻ പോണോ? എങ്ങനെയാണ് ഈ ചാക്കിനകത്ത് അങ്ങനെ കേട്ടാ? ഇങ്ങോട്ട് വാ അമ്മ. കേട്ടാ ഇങ്ങോട്ട് ഇറക്കടി എങ്ങനെയും. ഇത് എങ്ങനെ കേറ്റു അമ്മ? ഇവിടെ കാല് കേട്ട്. ഞാനങ്ങ് കേറിയാ മതി അതിനകത്ത്. മതി. ഇത് എന്തതിന് എന്നെ കേറ്റുന്നതെന്നൊന്ന് പറഞ്ഞേട്ടെ. എന്തുവാ എന്നാ കൊച്ചേ? ഹാപ്പി ബർത്ത്ഡേ അമ്മാവാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല, പുനർജന്മം. മനസ്സിലായില്ല. അമ്മാവൻ എങ്ങനെ വന്ന്? ഞാനാണെങ്കിലേ ദാണ്ടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ. അപ്പോഴാണ് സ്നേഹത്തോടെ. അയ്യോ, അതായിരിക്കും ഈ വേര് ചാടിയതല്ലേ? അവിടെ ഇരുന്നപ്പോ വേര് കാര്യം നമ്മൾ പറയുക. അതല്ല, ഞാനേ ഇവിടെ നിങ്ങൾ സ്നേഹത്തോടെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ, അതുകൊണ്ട് നിങ്ങളെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഇരുന്നതാ. അപ്പൊ ഭാരമുള്ള എന്തോ ഒന്ന് വന്ന് എന്റെ തലയിൽ വീണ പോലൊരു തോന്നൽ. അത് സ്നേഹത്തിന്റെ മൺകുടവാ അമ്മാവാ. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്ന് അറിയാം, പക്ഷെ ഇപ്പോഴും ആ ഭാരം അങ്ങോട്ട് മാറുന്നില്ല. ആ സ്നേഹം എടുത്തങ്ങ് മാറ്റുവന്നെ. എന്തോ മക്കളെ? ഒന്നുമില്ല. അമ്മാവി എന്തി അമ്മാവാ? അമ്മാവി എന്തി? അമ്മാവിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ദാണ്ട അമ്മായി ഉണ്ടല്ലോ, അമ്മായി നിങ്ങൾക്ക് എന്തൊക്കെയാ തന്നു വിട്ടേക്കിതെന്ന് നോക്കിയ മക്കളെ. ദാണ്ടേ ഇത് ഉണ്ണിയപ്പത്തിന്റെ ഇല്ലല്ലോ, പാത്രം കഴിഞ്ഞ വട്ടം കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ ദാണ്ടേ ഇത് ചിക്കൻ കറി ഇല്ലല്ലോ, പാത്രം കഴിഞ്ഞ വട്ടം കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നത്. പിന്നെ ഇത് അച്ചപ്പം പാത്രം കഴിഞ്ഞ വട്ടം കൊണ്ടുപോയത്. എങ്ങനെ മനസ്സിലായി? കണ്ടിന്യൂറ്റി അടിച്ചു വന്നപ്പോഴേ മനസ്സിലായി. അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയ പാത്രങ്ങളെല്ലാം ഇതിനകത്തുണ്ട് മോളെ. അമ്മാവൻ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നല്ലോ. എന്താ ഞങ്ങൾ രണ്ടുപേരോട് അങ്ങോട്ട് വന്നങ്ങ് താമസിച്ചേന്. പാത്രം മൊത്തം അവിടെ അല്ലായിരുന്നോ? പണ്ടൊക്കെ അമ്മാവനെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അമ്മയുടെ ആങ്ങളെയല്ലായിരുന്നോ? അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ മുണ്ടഴിച്ചിടുവായിരുന്നു. 2 പെൺപിള്ളേരുള്ളത് മുണ്ടഴിച്ചിട. അതല്ല, ബഹുമാനം കൊണ്ട് മുണ്ടഴിച്ചിടുവായിരുന്നു. അങ്ങനെ ഇപ്പോ ഞാനൊന്ന് ചത്തോന്ന് നീ തിരക്കിയിട്ടുണ്ടോ? എത്ര പ്രാവശ്യം ചത്തോന്നോ? ജീവനോ അല്ല സുഖമാണോന്ന്. ഇത് ഉടനെ എങ്ങനെ വല്ലതും നടക്കും എന്റെ വല്യമ്മാവാ? ചാക്കാലയാണോ? അല്ല, ഇതേ ഇത്രയും നേരമായിട്ട് വന്നിട്ട് ഒരു നല്ല കൗണ്ടർ പോലും അടിച്ചിട്ടില്ല. എന്റെ ഷഷ്ടിപൂത്രിക്ക് വിളിച്ചിട്ട് നീ എന്താ വരാഞ്ഞത്? അത്രയും വരെ പോകുന്ന പോലും ഞാൻ ഓർത്തു. അതൊക്കെ നടത്തുമെന്ന് ആരായിട്ട് കണ്ടോ? കാര്യം എനിക്കിട്ട് വെച്ചതാണെങ്കിലും നീ ഇപ്പൊ പറഞ്ഞ കൗണ്ടർ നിനക്ക് കിട്ടിയില്ലയോ? മോൾ ഇങ്ങി വന്നേ. എന്താ അമ്മാവാ? പഴയ പോലെ വിളിച്ചാ വരുവോ? അനുസരണ ഉണ്ടോ നോക്കിയതാ പോക്കോ. മോളിങ്ങി വാ. എനിക്കുണ്ട്, പണ്ടേ ഉണ്ട് അനുസരണ. അതല്ല, ഒരു കാര്യം പറയാൻ ഇങ്ങി വന്നേ. പിന്നെ
ഇങ്ങോട്ട് വന്ന്. എന്താ അമ്മാവ? ഞാനൊരു നല്ല വർത്തമാനം പറയാനാ ഇങ്ങോട്ട് വന്നത്. അമ്മാവൻ ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറയാനല്ലേ എനിക്കറിയാം. അതല്ലെന്ന്, പിന്നെ ഒരു കല്യാണ ഉറപ്പിലുമായിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നേ. എന്തുവാടി അവള് കിടന്ന് കാണിക്കുന്നത്? കല്യാണം കേട്ട എന്റെ കുഞ്ഞു മയില് പീലി വിരിക്കുന്ന പോലെ ആടുവാങ്ങ്. അതിന് ഇവളുടെ കല്യാണം അല്ലല്ലോ. എന്തുവാടി ആ ചുരുണ്ട് കൂടിയത്? ആ വിരിച്ച പീലിയെല്ലാം പൊഴിച്ചിട്ടതാ. കൊള്ള, ഇത് എന്തോ പെണ്ണാന്ന് പറയുന്നത്. അല്ല, ആരുടെ കല്യാണക്കാര്യം കൊണ്ടാ ഇങ്ങോട്ട് വന്നത്? നിന്റെ അമ്മാവാ. എന്തുവാ മക്കളെ, എന്തുവാടാ പറ. അമ്മാവനല്ല, അമ്മാവാ. ഓ ചമ്മി ചമ്മി ചമ്മി. താണ്ടെ കെട്ടിക്കാൻ പ്രായമുള്ള മോൾ ഇവിടെ നിൽക്കുമ്പം അമ്മയ്ക്ക് വേറെ കല്യാണം കഴിക്കണോ വേണ്ടെന്ന് പറയാമ. അമ്മാവ, അത് മക്കളെ, കോടീശ്വരനാണ്, സുന്ദരനാണ് ചെറുക്കൻ. കോടീശ്വരനാണ്, സുന്ദരനാണ്. വേണ്ടത് പറയാമ. വേണ്ട. 4-5 കാറുണ്ട്, ബസ്സുണ്ട്. 4-5 കാറുണ്ട്, ബസ്. ഞാനിവിടെ നിൽക്കുമ്പോഴോ? അവളിവിടെ നിൽക്കുമ്പോ അമ്മ കാറ് കിടക്കുമല്ലോ, അതിനകത്ത് കയറി ഇരിക്കാൻ പറ. നിൽക്കുമല്ലോ, അവള് കയറി ഇരിക്കാൻ. വേണ്ടെന്ന് പറയാമ. വേണ്ടെന്ന് പറ. പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത നിത്യ കന്യകൻ. പിന്നെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാത്ത നിത്യ കന്യകൻ. പിന്നെ എന്താത്തിനാ അയാൾ കെട്ടുന്നേ? പിന്നെ അയാൾ എന്താത്തിനാ കേട്ടുന്നേന്ന്? കേരളത്തില് കുട്ടിയകല് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാതെ നിൽക്കുന്ന അവൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. കേരളത്തിൽ കുട്ടിയകല് കഴിഞ്ഞാൽ പിന്നെ അയാളെ ഉള്ളെന്ന് കേട്ടാത്തത്. കുട്ടിയകലിനെ പോലെയല്ലേ, വലിയ ഗുണമൊന്നും കാണത്തില്ല. എനിക്ക് കുട്ടിയകലിനെ വേണ്ട. അവനെ ആർക്ക് വേണം? ഞാൻ പറഞ്ഞ 2.5 ഏക്കർ തെങ്ങും പറമ്പുണ്ട് ചെറുക്കന്. മനസ്സിലായോ? 2.5 ഏക്കർ തെങ്ങും പറമ്പുണ്ടെന്ന് ചേർക്കാൻ അവൻ എന്റെ അടുത്ത് പറഞ്ഞ ഞാനല്ലേ നിന്റെ അടുത്ത്. അങ്ങോട്ട് ഞാൻ എങ്ങനെ ചെടി, നീ ഒന്ന് ആലോചിച്ച് നോക്ക് ചെറുക്കനെ പറ്റി. മിണ്ടായി. എനിക്കൊരു പൊന്നു മോനുണ്ട്, ഒരു മോളുണ്ട്. എനിക്കൊരു മോനുണ്ട്, മോളുണ്ട്. അതെന്തിനാ വീണ്ടും വീണ്ടും പറയുന്നേന്നേ? അത് അമ്മാവനോടല്ല, എന്നോട് തന്നെ പറഞ്ഞ് എന്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിച്ചതാണ്. നീ ഇങ്ങോട്ട് മാറിയേ, കൊച്ചു തോന്ന് ആലോചിച്ചേ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മാവാ. നടക്കാൻ പോകുന്നില്ലയോ? അത് കൊള്ളാം. പണ്ട് ഇവളെ വിളിച്ചോണ്ട് നിന്റെ എരണം കെട്ട തന്ത ഒളിച്ചോടി പോയപ്പോ തകർന്നത് എന്റെ കുടുംബമാ. അതിനച്ഛൻ ബോംബിട്ടിട്ടല്ലോ പോയത് തകരാനായിട്ട്. അല്ല, എന്റെ അച്ഛനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ അമ്മാവൻ? നിന്റെ അച്ഛനെ അന്നും കണ്ടിട്ടില്ല, ഇന്നും കണ്ടിട്ടില്ല, ഇനി ഒരിക്കലും എനിക്ക് കാണിയേ വേണ്ട. അവൻ നിങ്ങളെ ഇപ്പൊ ഉപേക്ഷിച്ചിട്ട് പോയി എന്നറിഞ്ഞതിന് ശേഷമാ ഞാനും എന്റെ കുടുംബവും ഈ വീട്ടിൽ കാലുകുത്തിയത്. അന്ന് എനിക്ക് നടത്താൻ പറ്റാത്ത എന്റെ കൊച്ചിന്റെ കല്യാണം എനിക്കിന്ന് നടത്തണം. അല്ലാതെ 2.5 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടുമെന്ന് അറിഞ്ഞോണ്ടൊന്നും അല്ല. ഒന്നുമില്ല, മോള് ഇത് മുന്നിൽ നിന്ന് നടത്തണം. ഒരു കാരണവരുടെ സ്ഥാനത്ത് നിന്നിട്ട് മോടെ അമ്മയെ കൈ പിടിച്ചിറക്കി വിടണം. എന്നാ പിന്നെ ആ കല്യാണം അതങ്ങ് നടക്കട്ടെ. നടക്കട്ടെ. അല്ല, ഈ പറഞ്ഞ ചെറുക്കൻ എന്ത് ചെയ്യുവാ? എന്തും ചെയ്യുമെന്നും പറഞ്ഞു നിൽക്കുവോ അവൻ? പ്രായം കൂടി പോരുമല്ലയോ? അങ്ങനെ അല്ല, ആളുടെ ഫോട്ടോയോ അങ്ങനെ? ഫോട്ടോ ഉണ്ട്. ഫോട്ടോയുടെ കാര്യം പറഞ്ഞ നോക്കിയാട്ടെ. അയ്യോ, ഇത് എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. അമ്മ ചെറുക്കനൊന്നും നോക്കിയമ്മേ. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്ത നിത്യ കന്യകൻ. ഈ നിത്യകന്യനുണ്ടായ 2 പിള്ളേരാ ഇവിടുത്തേത്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. 10-16 കൊല്ലം മുമ്പ് എന്നെ ഉപേക്ഷിച്ചു പോയാ എന്റെ ആ കെട്ടിയോനാ ഇതെന്നാ. എന്തോ കഷ്ടമാന്ന് പറയുന്നത്. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്തോ ചെയ്യാനാണെന്നോ. നീ അങ്ങ് കെട്ടവനെ. ഇപ്പൊ കെട്ടുന്നില്ല. അമ്മാവൻ എന്നാലും എന്നോടൊരു ചതിയാ ചെയ്തത് കേട്ടോ. എന്താ? 19 വയസ്സായി. ഒരു വിധത്തിൽ നിയന്ത്രിച്ച് ഞാൻ നടക്കുമായിരുന്നു. തണുപ്പ് കൊള്ളാൻ വേണ്ടി ഊട്ടി കാറും പിടിച്ച് ചെന്നപ്പം അവിടെ കൊടും ചൂട്. അതാ എന്റെ അവസ്ഥ. ഇപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ മോൾ അവനെ അങ്ങ് കെട്ട്. ഇല്ല, കെട്ടത്തില്ല. നീ കെട്ടും, ഞാൻ 1.5 ലക്ഷം രൂപ മേടിക്കുകയും ചെയ്യും. അമ്മാവൻ ഞൊട്ടും. പെണ്ണേ, ആര് പറഞ്ഞടി അമ്മാവനെ അടിക്കാന്? അമ്മയല്ലേ പറഞ്ഞ അടിക്കാൻ? ക്ലൈമാക്സ് അടിക്കാനോടി പറഞ്ഞത്. മാവ് വെട്ടിക്കോ. അപ്പ ക്ലൈമാക്സ്. അങ്ങനെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട ഫാമിലിയിലേക്ക്
ഒരു ചൊറിയൻ അമ്മാവൻ. മോനായിട്ട് വരുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ അപ്പൊ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നേ. കാരണം ഇവരെ ഫാമിലി ആയിട്ട് മറ്റേ അമ്മയും 2 പിള്ളേരും അല്ലേ കിടന്നു. ആരുടെ എങ്ങനെ ചെയ്യും? പക്ഷെ അമ്മാവനായിട്ട് വന്നപ്പോഴത്തേക്കുമായിരുന്നു അതൊരു സമാധാനമായത്. അങ്ങനെ പറ്റൂ. അതെ. പ്രേക്ഷകർ പ്രണവല്ലാതെ ഒരു മോനെ ഈ വീട്ടിൽ എവിടെ പോയി? ഞങ്ങളുടെ മോൻ ലാസ്റ്റ് പറഞ്ഞു. ഇനി അവൻ ഗൾഫിൽ പോയോ? സിനിമയുടെ ഒരു ഏത് സിനിമ ചേച്ചി? ഏത് സിനിമ? ഭാവന സ്റ്റുഡിയോയുടെ പ്രൊഡക്ഷനില് അതിന്റെ സിനിമയുടെ വർക്ക്ഷോപ്പിനായിട്ട് പോയേക്കുവാ. ചേച്ചി നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ അവനെ? ഒരുപാട് എന്നല്ലേ പിന്നെ നിങ്ങളുടെ മുഖത്തുണ്ടത് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അവന്റെ ഗ്യാപ്പ് ചേച്ചി കിടിലായിട്ട് ഫില്ല് ചെയ്ത് സീരിയസ് ആയിട്ട് ചേച്ചി ഔട്ട്സ്റ്റാൻഡിങ് ആണ് ചേച്ചിയുടെ പ്ലേയും കൗണ്ടറും ടൈമിങ്ങും ഇല്ല. നമുക്ക് അവനെ ആ ഫോണിൽ അപ്പുറത്ത് നിക്കാന്ന് നമുക്ക് തോന്നി. അതെ കാര്യം അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടെന്ന് പറഞ്ഞപ്പോ ഉറപ്പിച്ച് അവൻ തന്നെ എന്നായാലും ഗംഭീരമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി ബാറ്ററി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അരുണിന്റെ തലയ്ക്ക് അടി കിട്ടിയതിന്റെ ഗുണം ഉണ്ടെന്നല്ലേ? ഒരു 1000 രൂപ എക്സ്ട്രാ കൊടുത്തേക്കോട്ടെ, ഹെഡ് മസാജ് ചെയ്തോട്ടെ. 40,000 rupees ആണ് നേടിയിരിക്കുന്നത്. ശ്വേത ചേച്ചി റെഡി റെഡി റെഡി. സൂപ്പർ.